ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജനുവരി മാസം 18-ാം തീയതിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ജനുവരി മാസം 19-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് കൂടിയുണ്ട്. അത് ഏതാണെന്ന് ആദ്യം പറയാം. നമ്മുടെ ലാലേട്ടൻ്റെ നേര് എന്ന് പറയുന്ന സിനിമയാണ്. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ, ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ എന്താ പറയുക, പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ജനുവരി മാസം 23-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു സ്പാനിഷ് മൂവിയാണ്. ദ കമ്മ്യൂണിയൻ ഗേൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സിനിമ ഒരു തെലുങ്ക് മൂവിയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്ന സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തെലുങ്ക് ഭാഷ മാത്രമേ അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമ. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഇന്ത്യൻ പോലീസ് ഫോഴ്സ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഓടവും മുടിയാതെ ഒളിയവും മുടിയാതെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹൊറർ കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഹാ തമിഴിലും അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിലും പിന്നെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. മുകേഷ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഫിലിപ്സ് എന്ന സിനിമ. തിയേറ്ററിൽ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ലെങ്കിലും നല്ല പ്രേക്ഷക പ്രതികരണം നേടിയ ഒരു സിനിമയായിരുന്നു ഫിലിപ്സ് ആണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ മനോരമ മാക്സിലും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളിൽ ചിലപ്പോൾ ഇന്ന് എന്താ പറയുക, ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് ഡബിൾ സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ കാത്തിരിക്കുന്ന രണ്ട് സിനിമകളുണ്ട്. ഒന്ന് സപ്തസാഗരഡാച്ച എലോ സൈഡ് ബി എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയാണ്. രക്ഷി ഷെഡ്ഡിയെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ചിലപ്പോൾ സർപ്രൈസ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇതേപോലെ തന്നെ മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ദിലീപും തവനയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ. ആദ്യം ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആയിരുന്നെങ്കിലും ഇത് ആമസോൺ പ്രൈമിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ OTT റൈറ്റ്സ്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നമുക്ക് ഒരു സർപ്രൈസ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈ രണ്ട് സിനിമകൾ ഏതെങ്കിലും ഒന്ന് ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഏതെങ്കിലും സർപ്രൈസ് റിലീസ് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നേര് പറഞ്ഞ സിനിമ 23-നാണ്. പിന്നെ മലയക്കോട്ടെ വാലിബൻ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു റിയാക്ഷൻ അല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഡെയിലി 1-2 ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.